ചാനൽ. അപ്പോൾ നമ്മൾ നേരെ ഈ പോകുന്നത് കുത്തബ് മിനാറിലേക്കാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൂം എടുത്തെടുത്തുനിന്ന് ഏകദേശം 2.5 മണിക്കൂറാണ് അങ്ങോട്ടേക്കുള്ള യാത്ര. അപ്പോൾ ബാക്കി വീഡിയോസ് വഴിയിലൂടെ കാണാം. അങ്ങനെ ഞങ്ങളുടെ ഡൽഹിയിലെ 2ാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കുത്തബ് മിനാറാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ആഗ്രയും അതുപോലെ തന്നെ വൃന്ദാവനുമാണ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. വൃന്ദാവനിലെ ലൈറ്റ് ഷോ ഒക്കെ കണ്ടതിന് ശേഷം നമ്മൾ അവിടെ തന്നെയാണ് കേട്ടോ അന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് നമ്മളൊരു 6:30 ആയപ്പോഴാണ് കേട്ടോ പുറപ്പെട്ടത് കുത്തബ് മിനാറിലേക്ക്. ഡൽഹിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ കാണാനായിട്ട്. പക്ഷേ നമുക്ക് എല്ലാം ഒന്ന് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഡൽഹിയിൽ നമ്മൾ 3 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഡൽഹിയിൽ കാണാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുത്തബ് മിനാർ, അതിനുശേഷം ഹുമയൂൺ ടോംബ്, പിന്നെ അതിനുശേഷം ഇന്ത്യ ഗേറ്റ്. അപ്പോൾ ഇത് 3ആണ് കേട്ടോ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ധാരാളം കോട്ടകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അതിലൊരു കോട്ടയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുത്തബ് മിനാറിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ നിന്ന് തന്നെ കുത്തബ് മിനാർ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നേരെ പോയത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. കാരണം എന്തായാലും കുത്തബ് മിനാറിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ഉച്ച കഴിയും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. അപ്പോൾ വിചാരിച്ചു ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് നേരെ പോയത് ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ വെജ് താലിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ നേരെ കുത്തബ് മിനാറിലേക്കാണ് പോയത്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ 40 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തതിന് ശേഷം നേരെ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ നമുക്ക് അവരൊരു കോയിൻ പോലൊരു ടോക്കണാണ് കേട്ടോ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് അവരുടെ കയ്യിൽ അത് ഏൽപ്പിക്കണം. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇവിടെയും നിറയെ കണിക്കൊന്നയായിരുന്നു. ഇവിടെയും ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. എവിടെ ചെന്നാലും നമുക്ക് വെയിലൊരു തടസ്സമാണ്. സാധാരണ ഇവിടെയൊക്കെ വരാൻ പറ്റിയ ടൈമിംഗ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഈവനിങ് ടൈമാണ് കേട്ടോ. പക്ഷേ നമുക്ക് ടൈമില്ല, അത്രയും നമുക്ക് കവർ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ട് നമുക്ക് വെയിലൊന്നും ഒരു പ്രശ്നമേ ഇല്ല. നമുക്ക് സ്ഥലങ്ങളെല്ലാം കാണണം എന്നുള്ളത് കൊണ്ട് നമ്മൾ നട്ടുച്ച വെയിലായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ നടക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഗൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓരോരുത്തർ അവിടെ ഗൈഡിനെ വെച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്ര ചുട്ടുപൊള്ളുന്ന വെയിലായിട്ട് പോലും ഇവിടെ തിരക്കിനൊരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം അത്ര തിരക്കായിരുന്നു ഇവിടെയും. 72.5 മീറ്റർ ഉയരവും അതുപോലെ തന്നെ 5 നിലകളുമാണ് കുത്തബ് മിനാറിനുള്ളത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ സ്മാരകമാണ് കുത്തബ് മിനാർ. മിനാറിൻ്റെ ഉള്ളിലൂടെ മുകളിലേക്ക് കയറാനായിട്ട് 379 പടവുകളാണുള്ളത്. കുത്തബ് മിനാറിൻ്റെ നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് ചുവന്ന മണൽക്കല്ലും മാർബിളുമാണ്. ഇസ്ലാമിക ശൈലിയിലുള്ള കൊത്തുപണികളും ഖുറാൻ വചനങ്ങളുടെ ലിഖിതങ്ങളും ഇതിൻ്റെ ഭിത്തികളിൽ കാണാം. അങ്ങനെ ഒട്ടേറെ സവിശേഷതകളാണ് കേട്ടോ കുത്തബ് മിനാറിലുള്ളത്. ഏട്ടൻ തകർത്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എയർപോർട്ട് അടുത്തായതിനാൽ 5 മിനിറ്റ് കൂടുന്ന അനുസരിച്ച് വിമാനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കുത്തബ് മിനാറിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ അതൊരു വല്ലാത്ത സൗന്ദര്യമായിരുന്നു കേട്ടോ. എല്ലാവരും വിമാനം വരുമ്പോഴത്തേക്ക് അത് മൊബൈലിൽ എല്ലാവരും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് നമ്മൾ വീഡിയോയുടെ എൻഡ് ഭാഗത്ത് ഉൾപ്പെടുത്താം. എല്ലാവരും നല്ലപോലെ ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് വെയിലായതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരം നടന്നപ്പോൾ തന്നെ ഒരുപാട് ക്ഷീണിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ കുത്തബ് മിനാറിലെ വിശേഷങ്ങൾ. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഡൽഹിയിലെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ടുള്ള പ്ലേസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.